ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ജാഷീസ് കുക്ക്ബുക്ക്. ജാഷീസ് കുക്ക്ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്വീറ്റ് ഇടയ്ക്കൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതല്ലേ. അത് കുക്കിങ്ങും ബേക്കിങ്ങും ഒന്നും ഇല്ലാതെ ചൈന ഗ്രാസും ജലാറ്റിനും ഒന്നും ചേർക്കാതെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒന്നുകൂടെ നന്നാവില്ലേ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയുള്ളൊരു സ്വീറ്റ് റെസിപ്പിയുമായാണ് വന്നിരിക്കുന്നത്. ഗൾഫിലുള്ള മിക്കവരും തായിനി കൊണ്ടുള്ള ഹൽവ കഴിച്ചിട്ടുണ്ടാകും. തായിനി പേസ്റ്റ് കൊണ്ടാണ് ഞാനിന്ന് സ്വീറ്റ് ഉണ്ടാക്കുന്നത്. തായിനി നിങ്ങൾക്കറിയാലോ, വെള്ള എള്ള് അരച്ചുണ്ടാക്കുന്ന പേസ്റ്റാണ്. വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് എള്ള്. പക്ഷെ തായിനി പേസ്റ്റ് വെറുതെ ടേസ്റ്റ് നോക്കുമ്പോൾ ഒരു ചവർപ്പ് ഫീൽ ചെയ്യാറുണ്ടല്ലേ. എന്നാൽ ഞാൻ ഇന്ന് കാണിക്കുന്ന മെത്തേഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ യാതൊരു ചവർപ്പും ഇല്ലാത്ത അടിപൊളി ടേസ്റ്റിൽ നമുക്ക് തായിനി കൊണ്ട് സ്വീറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. അതിനു മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോകളെല്ലാം തന്നെ നിങ്ങൾക്ക് മിസ്സാവാതെ കാണാൻ പറ്റും. ആദ്യം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്ന് നോക്കാം. 1.5 കപ്പ് തൈനി പേസ്റ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. എനിക്കറിയാം നാട്ടിലൊന്നും എല്ലാവർക്കും ഇത് അവൈലബിൾ അല്ലാന്ന്. വെള്ള എള്ള് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് അരച്ചാൽ മതി. തൈനി പേസ്റ്റ് റെഡിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ പീനട്ട് ബട്ടറാണ്. ഇത് ക്രഞ്ചി പീനട്ട് ബട്ടറാണ്. അതായത് ഇതിൽ കപ്പലണ്ടി പേസ്റ്റ് മാത്രമല്ല, ക്രഷ് ചെയ്തതും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ തായിനിക്ക് പകരം മുഴുവനായിട്ടും പീനട്ട് ബട്ടർ തന്നെ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ സ്വീറ്റിന് കുറച്ചൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് 250 ml തിക്ക് ക്രീം വേണം. പിന്നെ വേണ്ടത് മധുരത്തിനനുസരിച്ച് മിൽക്ക് മെയ്ഡാണ്. നമ്മുടെ പീനട്ട് ബട്ടറിൽ ഓൾറെഡി ക്രഷ് ചെയ്ത കപ്പലണ്ടി ഉണ്ട്. ഇത് കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് പിസ്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ക്രഷ് ചെയ്തെടുക്കാം. ഇത്രയാണ് ഇതിലേക്ക് വേണ്ട ചേരുവകൾ. നമുക്കൊരു ബൗളിലേക്ക് ആദ്യം നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലുള്ള തിക്ക് ക്രീമും പീനട്ട് ബട്ടറും ഇട്ട് മിക്സ് ആക്കി എടുക്കാം. അതിനുശേഷം തൈനി പേസ്റ്റും മിൽക്ക് മെയ്ഡും ചേർത്ത് മിക്സ് ആക്കാം. ഇപ്പം എല്ലാം നല്ലപോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ളതിലേക്ക് നമുക്ക് പിസ്ത ക്രഷ് ചെയ്തത് ചേർത്ത് നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കാം. ഇതിനി നമുക്കൊരു ഗ്ലാസ് ട്രേയിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായി ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി അതിന് മുകളിലായിട്ട് നമുക്ക് പിസ്ത പൊടിച്ചിട്ട് കൊടുക്കാം. ഇത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ സ്വീറ്റിൻ്റെ ബേസിക് മെത്തേഡ്. നിങ്ങൾക്ക് ഇതിനി ഇങ്ങനെ തന്നെ കഴിക്കാം. പക്ഷെ ഞാൻ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ കിട്ടാനും കഴിക്കുമ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ടോപ്പിംഗ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റ് ആകട്ടെ. നമുക്കിനി മാറ്റി വെച്ച ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ ന്യൂട്ടല്ല ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിനി നമുക്ക് ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്ത സ്വീറ്റിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിൽ കുറച്ചുകൂടെ പിസ്ത പൊടിച്ചതിട്ട് 1 മണിക്കൂർ കൂടെ ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി സ്വീറ്റ് ഇവിടെ റെഡിയായി. ഇനി ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ എത്ര കഴിച്ചാലും മതി വരില്ല.
പുറത്തുനിന്ന് ഒരുപാട് ചോക്ലേറ്റൊക്കെ എപ്പോഴും വാങ്ങി കൊടുക്കുന്നതിന് പകരം ഇതുപോലുള്ള സ്വീറ്റ് ഇടയ്ക്കെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഈ വീഡിയോനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അടിയിലൊന്ന് കമൻറ്റ് ചെയ്യാൻ അറിയിക്കണം. ഇൻഷാ അല്ലാ അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായ അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.